ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമാണോ? ഞാൻ സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ ഒരു സംരംഭം തുടങ്ങാനായിട്ടിരിക്കുകയാണ്. വേറൊന്നുമല്ല, ഒരു ഓൺലൈൻ റെസ്റ്റോറൻ്റാണ്, സൊമാറ്റോ റെസ്റ്റോറൻറ്റ്. അപ്പം തിങ്കളാഴ്ച ആണ് അതിൻ്റെ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത്. തിങ്കളാഴ്ച 7 മണി തൊട്ട് 11:45 വരെയാണ് സ്റ്റാർട്ടിങ്. നമുക്ക് 4.25 മണിക്കൂറൊക്കെ കിട്ടത്തുള്ളൂ. പിന്നെയാണ് ടൈം കൂടുതൽ കിടുന്നത്. അപ്പോൾ ഡെയിലില്ല, നമുക്ക് നൈറ്റിന് മാത്രമേ ഉള്ളൂ. ഡെയിലി ഞാൻ വേറെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് നൈറ്റിനാണ് ഉള്ളത്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും വേണം. സൊമാറ്റോയിലുള്ള എൻ്റെ റെസ്റ്റോറൻറ്റിൻ്റെ നെയിം രേവതി നാടൻ രുചി എന്നാണ്. അപ്പം നാടൻ ഐറ്റങ്ങളാണ് ഉള്ളത്, നമ്മുടെ വീട്ടിലെ നാടൻ ആഹാരങ്ങൾ. അപ്പം എല്ലാവരും സഹകരിക്കണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. എങ്കിൽ മാത്രമേ മുന്നോട്ട് എനിക്ക് പോകാൻ പറ്റത്തുള്ളൂ. പിന്നെ ഞാൻ സൊമാറ്റോ ആണ് ഓടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ പെട്രോളിൻ്റെയൊക്കെ വില കൂടിയപ്പോഴത്തേക്ക് ഓട്ടോ കുറവ്. പിന്നെ മോനെയും കൂടെ കൊണ്ടാണ് ഞാൻ സൊമാറ്റോ ഓടാൻ പോണത്. അപ്പോൾ പിന്നെ അവന് ഇനിയിപ്പോൾ +1 ആയി, എക്സാം പഠിക്കാനുണ്ട്. എക്സാമൊക്കെ ആകുമ്പോൾ പിന്നെ പാടാം. അതുകൊണ്ട് ഞാനും വിചാരിച്ചു ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്യാം എന്ന് വിചാരിക്കുന്നു. വിജയിക്കുമോ എന്ന് നോക്കാം. നമുക്ക് പറ്റുന്ന കണക്കുള്ള ഇതെല്ലാം നമ്മൾ ചെയ്ത് നോക്കണമല്ലോ, നമ്മളെ കൊണ്ട് കഴിയുന്നതൊക്കെ. നമ്മൾ വെറുതെ ഒരു ശമ്പളം മാത്രം നമ്മൾ നോക്കി നിന്നിട്ട് പറ്റത്തില്ല ഇപ്പോഴത്തെ കാലത്ത്. ഒരു വീട്ടിലുള്ള 2 പേര് ജോലി ചെയ്താൽ തന്നെയും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരാൾ ഓട്ടത്തിൽ ഒന്നും പറ്റത്തില്ല. അപ്പോൾ ഇതിലും കൂടെ നോക്കാം എന്നുള്ളൊരിത് വെച്ചാണ് തുടങ്ങുന്നത്. അപ്പോൾ എല്ലാവരുടെയും സഹകരണവും സപ്പോർട്ടും എനിക്കുണ്ടാവണം, എല്ലാവരുടെയും പ്രാർത്ഥനയും ഉണ്ടാവണം. പിന്നെ ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ മെസ്സായിട്ടും നമ്മൾ തുടങ്ങുന്നുണ്ട്. 3 നേരത്തെ ഫുഡ് 2500 രൂപയാണ്. രാവിലെ അവർ ഓഫീസിലൊക്കെ പോണവരാണെന്നുണ്ടെങ്കിൽ രാവിലെ അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും അവർക്ക് 8:30-9 മണിക്കകത്ത് അവർക്ക് കൊടുക്കും. പിന്നെ ഈവനിങ്ങിലുള്ളത് നമ്മളെ ലൊക്കാലിറ്റിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കും. അവർക്ക് നമ്മളെ മെനുവിലുള്ള ഇഷ്ടപ്പെട്ട ആഹാരങ്ങൾ എന്ത് വേണമെന്നുണ്ടെങ്കിലും അവർക്ക് ആ സമയത്ത് നമ്മൾ കൊടുക്കുന്നതാണ്. അപ്പം എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും എനിക്കുണ്ടാവണം. പിന്നെ ഞാനിവിടെ 2015-16 ഈ ടെക്നോ പാർക്കിൽ വരുമ്പോഴത്തേക്ക് ടെക്നോ പാർക്കിലുള്ളൊരു കമ്പനി തന്നെയാണ് ഞാൻ വർക്ക് ചെയ്തത്, ഹൗസ് കീപ്പിംഗ് ആയിട്ട്. പിന്നെ ഹൗസ് കീപ്പിംഗ് ആയി ആ കമ്പനി തന്നെ സൂപ്പർവൈസറായി. പിന്നെ അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നില്ല, ആ കമ്പനിയിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നതേ ഉള്ളൂ. ആ 2015 തൊട്ടേ ഉള്ള ആ ഒരു കോണ്ടാക്റ്റിൽ തന്നെയാണ് ഞാനിപ്പോഴും വർക്ക് ചെയ്യുന്നത്. ഇപ്പോഴും ഞാൻ ഓഫീസ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്നു. ഇപ്പം ഞാൻ 11 വർഷമായി ഇവിടെ വന്നിട്ട്. അപ്പം ഒരുപാട് ബുദ്ധിമുട്ടും ഒരുപാട് പ്രശ്നങ്ങൾക്കും നടുവിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യണത്. എന്താവും എന്ന് എനിക്കറിയില്ല. അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് സഹകരണവും വേണം. പിന്നെ അതുപോലെ ഈ വീഡിയോ ഒന്നും ഇങ്ങനെ എഡിറ്റ് ചെയ്ത് ഉള്ള എക്സ്പീരിയൻസ് ഒന്നും എനിക്കില്ല. എങ്കിലും എൻ്റെ സംസാരത്തിനോ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഇനി മുമ്പോട്ട് ശ്രദ്ധിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുക. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ പറയണം. പിന്നെ നമ്മളെ ഫുഡിൻ്റെയൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യാം. തിങ്കളാഴ്ച മുതൽ സ്റ്റാർട്ടിംഗ് ആണ്. എല്ലാവരും സപ്പോർട്ടും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. ഓക്കെ, താങ്ക് യു. അതുപോലെ ടെക്നോ പാർക്കിനകത്തുള്ള കമ്പനിക്കകത്താണെന്നുണ്ടെങ്കിലും ഫുഡ് നമ്മൾ അവിടെ കൊണ്ടുവന്ന് കൊടുക്കുന്നതാണ് കേട്ടോ. കാരണം നമുക്കിവിടെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് അവർക്കുള്ള ഫുഡ് ടെക്നോ പാർക്കിൽ അവരിപ്പോൾ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും ഫുഡും നമ്മളവിടെ കൊണ്ട് കൊടുക്കുന്നതാണ്. അതും കൂടി ഞാനൊന്ന് പറയുവാണ്. പിന്നെ നമ്മളെ ഒരു മെനു ഐറ്റം ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റും കൂടി ഇട്ടിരിക്കാം കേട്ടോ. ഓക്കേ, അപ്പോൾ ഇതാണ് മെനു ഐറ്റം കേട്ടോ. എല്ലാവരും ഒന്ന് നോക്കി സപ്പോർട്ട് ചെയ്യണേ.